ഈ അധ്യയന വർഷം വളരെ പ്രയാസകരമായിരുന്നു. പാഠഭാഗങ്ങൾ ഒന്നും തന്നെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല. എന്നാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് NCERT നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പാഠഭാഗങ്ങളിലെയും ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഈ പരീക്ഷയ്ക്ക് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ എല്ലാവരും പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. Second chapter, Windows of Knowledge. This chapter deals with our 5 sense organs and their functions. But as far as SSLC 2021 concerns, you are asked to focus on the eye, tongue and nose only. Knowing how to draw and label the structure of eye, important parts of eye, their features and their functions are introduced in this study area. You should know about the rod cells and cone cells, the pigment in these receptors and the functions are to be studied. The stages of taste and smell detections are also introduced in this focus area. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ് അഥവാ അറിവിൻ്റെ വാതായനങ്ങൾ. നമ്മുടെ 5 സെൻസ് ഓർഗൻസും അവയുടെ ഫങ്ഷൻസുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. എന്നാൽ SSLC 2021 ഐയുടെയും ടങ്ങിൻ്റെയും നോസ് എന്നിവയുടെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഐയുടെ സ്ട്രക്ചർ വരച്ച് അവയുടെ പാർട്സ് ലേബൽ ചെയ്യാനും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാനും തീർച്ചയായും പഠിക്കണം. അതുപോലെ റോഡ് സെൽസ്, കോൺ സെൽസ്, ഈ റിസപ്റ്റേഴ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ്, അവയുടെ ഫങ്ഷൻസ്, അതുപോലെ ഐയെ എഫക്റ്റ് ചെയ്യുന്ന ചില ഡിസീസസ് ഉണ്ട് അതുപോലെ ടേസ്റ്റ്, സ്മെല്ല് എന്നീ സെൻസസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസും കൂടി ഉൾപ്പെടുത്തിയതാണ് ഈ ഫോക്കസ് ഏരിയ. അപ്പോൾ നമുക്ക് സ്റ്റഡി നോട്ട്സിലേക്ക് പോകാം. ഫസ്റ്റ് ഐയുടെ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. നമുക്കറിയാം ഐക്ക് 3 ലെയേഴ്സ് ആണുള്ളത്. ഔട്ടർ ലെയറായ സ്ക്ലീറ, മിഡിൽ ലെയറായ കൊറോയിഡ് ആൻഡ് ഇന്നർ ലെയറായ റെറ്റിന. ഫസ്റ്റ് കോർണിയ നോക്കാം. കോർണിയ നോക്കിയട്ടെ. ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സ്ക്ലീറ വിച്ച് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദി റെറ്റിന. കോർണിയ എന്ന് പറഞ്ഞാൽ സ്ക്ലീറയുടെ മുൻഭാഗത്ത് ട്രാൻസ്പെറൻ്റായി പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് കോർണിയ. ലൈറ്റ് റേസിനെ കണ്ണിലേക്ക് കടത്തിവിടുന്നതും ഈ ഭാഗം തന്നെയാണ്. നെക്സ്റ്റ് ഐറിസ്. ദ പാർട്ട് ഓഫ് ദി കൊറോയിഡ് സീൻ ബിഹൈൻഡ് ദി കോർണിയ. പ്രസൻസ് ഓഫ് ദി പിഗ്മെൻറ്റ് മെലാനിൻ ഗീവ്സ് ദ ഐറിസ് എ ഡാർക്ക് കളർ. ഐറിസ് കോർണിയയുടെ ബാക്കിൽ കണ്ണിൻ്റെ മിഡിൽ ലെയറായ കൊറോയിഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമാണ് ഐറിസ്. ഇവിടെയുള്ള മെലാനിൻ എന്ന പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് മൂലം ഐറിസ് ഡാർക്ക് കളറിൽ കാണപ്പെടുന്നു. പ്യൂപ്പിൾ. ദ അപ്പർച്ചർ സീൻ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഐറിസ്. ദ സൈസ് ഓഫ് ദിസ് അപ്പർച്ചർ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഐറിസിൻ്റെ സെൻറ്ററിൽ കാണുന്ന സുഷിരം പോലെയുള്ള ഭാഗമാണ് പ്യൂപ്പിൾ. കണ്ണിലേക്ക് കടന്നു വരുന്ന ലൈറ്റിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. ലെൻസ്. ഇലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് കോൺവെക്സ് ലെൻസ് കണക്റ്റഡ് ടു സീലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് പിഗ്മെൻറ്റ്സ്. ഇലാസ്റ്റിക സ്വഭാവമുള്ള ട്രാൻസ്പെറൻ്റായ കോൺവെക്സ് ലെൻസാണ് കണ്ണിലുള്ളത്. ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ് കൊണ്ട് സീലിയറി പേശികളുമായിട്ടാണ് ലെൻസിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. യെല്ലോ സ്പോട്ട്. ദ പാർട്ട് ഓഫ് ദി റെറ്റിന വെയർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോറിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ്. ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. ഐയുടെ ഇന്നർ ലെയറായ റെറ്റിനയുടെ ഭാഗമാണിത്. ഒരുപാട് ഫോട്ടോറിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട് ഇവിടെ. അതുപോലെ നാം കാണുന്ന വിഷ്വൽസിൻ്റെ എല്ലാം ക്ലാരിറ്റി കൂടുതലുള്ള ഭാഗവും യെല്ലോ സ്പോട്ട് തന്നെയാണ്. ബ്ലൈൻഡ് സ്പോട്ട്. ദ പാർട്ട് ഓഫ് ദി റെറ്റിന ഫ്രം വെയർ ദ ഒപ്റ്റിക് നെർവ് ബിഗിൻസ്. ഹിയർ ദർ ഈസ് നോ വിഷൻസ് ആസ് ഫോട്ടോറിസെപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ്. റെറ്റിനയിൽ നിന്നും ഒപ്റ്റിക് നെർവ് ആരംഭിക്കുന്ന ഭാഗത്താണ് ഈ സ്പോട്ട് കാണപ്പെടുന്നത്. ഇവിടെ ഫോട്ടോറിസെപ്റ്റേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ കാഴ്ച അസാധ്യമാണ്. ഒപ്റ്റിക് നെർവ് transmit impulses from photoreceptors to the visual centers in the brain. ഫോട്ടോറിസെപ്റ്റർ സെല്ലുകളിൽ നിന്നും ഇമ്പൾസിനെ, ആവേഗങ്ങളെ ബ്രെയിനിലെ വിഷ്വൽ സെൻറ്റേഴ്സായ കാഴ്ചയുടെ കേന്ദ്രം ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ഒപ്റ്റിക് നെർവ് വഴിയാണ്. ഫോട്ടോറിസെപ്റ്റേഴ്സ്. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ദി 2 kinds ഓഫ് ഫോട്ടോറിസെപ്റ്റേഴ്സ് ഇൻ ദി റെറ്റിന. റെറ്റിനയിൽ കാണപ്പെടുന്ന ഫോട്ടോറിസെപ്റ്റർ സെൽസ് 2 തരമുണ്ട്, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെൽസ്. Rod-shaped cells contain the visual pigment rhodopsin. Since they are activated even in dim light, we are able to see object in dim light. റോഡ് ഷേപ്പിൽ കാണപ്പെടുന്ന സെൽസ് ആണിത്. റോഡോപ്സിൻ എന്ന വിഷ്വൽ പിഗ്മെൻറ്റ് കാണപ്പെടുന്നു. ഡിം ലൈറ്റിൽ പോലും വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന സെൽസാണ് റോഡ് സെൽസ്. കോൺ സെൽസ്. കോണിക്കൽ ഷേപ്ഡ് സെൽസ്.
contain a pigment called photopsin. There are 3 types of corn cells in our eyes which help us to detect 3 primary colors of light: red, green and blue. So corn cells provide us with color vision. കോണിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്ന സെൽസ് ആണിത്. ഫോട്ടോപ്സിൻ എന്ന പിഗ്മെൻ്റ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ലൈറ്റിലെ പ്രൈമറി കളേഴ്സായ റെഡ്, ഗ്രീന്, ബ്ലൂ എന്നീ കളേഴ്സിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. 3 തരം കോൺ സെൽസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. അതുകൊണ്ട് തന്നെ കോൺ സെൽസ് കളർ വിഷന് സഹായിക്കുന്നുണ്ട്. Visual pigments. Rhodopsin and photopsins are the 2 kinds of visual pigments. These pigments are formed from a protein named opsin and retinal, which is a derivation of vitamin A. Photopsin is also called iodopsin. In the presence of light, the pigment present in the photoreceptors dissociates. This chemical change leads to the formation of impulses. നമ്മൾ പഠിച്ചു റോഡോപ്സിൻ ആൻഡ് ഫോട്ടോപ്സിൻ എന്ന 2 തരം വിഷ്വൽ പിഗ്മെൻറ്റുകളെ. ഇവ രണ്ടും ഉണ്ടായിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന റെറ്റിനാൽ എന്ന സബ്സ്റ്റൻസും ചേർന്നാണ്. ഫോട്ടോപ്സിനെ അയോഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോട്ടോപ്സിനിലെ പിഗ്മെൻറ്റ് റെറ്റിനാൽ, ഓപ്സിൻ എന്നിങ്ങനെ 2ആയി വിഘടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇമ്പൾസ് രൂപപ്പെടുന്നത്. ഇനി നമുക്ക് ഐയെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് നോക്കാം. ഫസ്റ്റ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. The deficiency of vitamin A results in the low production of retinal. This in turn prevents the resynthesis of rhodopsin. In this condition, objects cannot be seen clearly in dim light and this disease is called night blindness. നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. വിറ്റാമിൻ എയുടെ അളവ് കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഇതുമൂലം റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു. തൻഫലമായി ഡിം ലൈറ്റിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. Color blindness. Some persons cannot distinguish green and red colors due to the defect of corn cells. This condition is called color blindness. Persons with color blindness are not selected for military or jobs like that of driver, pilot, etc. because they cannot identify signals. കോൺ സെൽസിൻ്റെ തകരാറ് മൂലം ചില ആളുകൾക്ക് റെഡ്, ഗ്രീൻ എന്നീ കളേഴ്സ് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ്. സിഗ്നൽ കളേഴ്സ് തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ ഇങ്ങനെയുള്ള ആളുകളെ ഡ്രൈവർ, പൈലറ്റ്, മിലിറ്ററി എന്നീ ജോലികളിൽ നിന്നും തന്നെ പ്രവേശിപ്പിക്കാൻ സാധിക്കുകയില്ല. സീറോഫ്താൽമിയ. The conjunctiva and cornea become dry and opaque. This causes xerophthalmia and leads ultimately to blindness. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണിത്. ഇതിൻ്റെ ഫലമായി കൺജക്റ്റീവയും കോർണിയയും ഡ്രൈ ആകുന്നു, കോർണിയ ഒപ്പേക്ക് ആവും, തുടർന്ന് ബ്ലൈൻഡ്നെസ് ആയി മാറുകയും ചെയ്യുന്നു. ഡിറ്റക്ഷൻ ഓഫ് ടേസ്റ്റ് സ്റ്റേജസ്. Substances responsible for taste dissolves in saliva. They stimulate the chemoreceptors. Impulses are generated. These impulses reach the brain through the respective nerves. Experience taste. ഇപ്പോൾ ടേസ്റ്റ് അറിയുന്ന ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, ടേസ്റ്റിന് കാരണമാകുന്ന സബ്സ്റ്റൻസ് സലൈവയുമായി മിക്സ് ആകുന്നു. അവ പിന്നീട് ടേസ്റ്റ് ബഡ്സിലെ കീമോറെസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു, അതായത് ഉദ്ദീപിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഇമ്പൾസസ് ഉണ്ടാകുന്നു. ഇമ്പൾസസ് റിസപ്റ്റീവ് നെർവ്സ് വഴി ബ്രെയിനിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ടേസ്റ്റ് അനുഭവപ്പെടുന്നു. ഡിറ്റക്ഷൻ ഓഫ് സ്മെൽ സ്റ്റേജസ്. Aromatic particles diffuses in air enter the nostrils. These aromatic particles dissolve in the mucus inside the nostrils. They stimulate the olfactory receptors. Impulses are generated. These impulses reach the brain through the olfactory nerve. Experience smell. സ്മെൽ അനുഭവപ്പെടുന്ന ഘട്ടങ്ങൾ. എയറുമായി മിക്സ് ചെയ്യപ്പെട്ട സ്മെൽ പാർട്ടിക്കിൾസ് നോസ്ട്രിൽസിലേക്ക് എത്തിച്ചേരുന്നു. ഈ പാർട്ടിക്കിൾസ് നോസ്ട്രിൽസിലെ മ്യൂക്കസുമായി കൂടിച്ചേരുന്നു. അവ നോസ്ട്രിൽസിലെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. ഓൾഫാക്ടറി നെർവ് വഴി ഈ ഇമ്പൾസ് ബ്രെയിനിൽ എത്തിച്ചേരുന്നു. അങ്ങനെ സ്മെൽ അനുഭവപ്പെടുന്നു. അപ്പോൾ നമുക്കിനി മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസറും നോക്കാം. കോപ്പി ദ ഡയഗ്രാംസ് ഓഫ് ദി ഐ, ലേബൽ ദ ഫോളോയിങ് പാർട്സ്. ഫസ്റ്റ്, റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദി റെറ്റിന. ലൈറ്റ് റേസിനെ കണ്ണിലേക്ക് കടത്തിവിടുന്ന ഭാഗം ഏതാണ്? അതെ, കോർണിയയാണ്. അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ കോർണിയ. സെക്കൻഡ്, ദ സൈസ് ഓഫ് ദി അപ്പർച്ചർ ഇൻക്രീസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് റേസിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അപ്പർച്ചറിൻ്റെ സൈസ് ക്രമീകരിക്കുന്ന ഭാഗം ഏതാണ്? പ്യൂപ്പിളാണ് അത്. അപ്പോൾ സെക്കൻഡ് ഏതാണ്? പ്യൂപ്പിൾ. സി, ഹിയർ ദർ ഈസ് നോ വിഷൻ ആസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്ത ഭാഗം ഏതാണ്?
ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ സിയുടെ ആൻസർ എന്താണ്? ബ്ലൈൻഡ് സ്പോട്ട്. സെക്കൻഡ്, കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. നമ്മുടെ ഐയുടെ പാർട്സ്, ഫീച്ചേഴ്സ്, ഫങ്ഷൻസും തന്നിട്ടുണ്ട്. അതിനകത്ത് വിട്ടുപോയ ഭാഗം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് തന്നിട്ടില്ല. അതിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ്: ദ ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി സ്ക്ലീറ. ഫംഗ്ഷൻ, റിഫ്രാക്ട് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദി റെറ്റിന. അപ്പോൾ റെറ്റിനയിലേക്ക് ലൈറ്റ് റേസിനെ കടത്തിവിടുന്ന ഐയുടെ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, കോർണിയയാണ്. അപ്പോൾ എയുടെ ആൻസർ കോർണിയ. ഇനി നമ്മുടെ പാർട്ട് തന്നിട്ടുണ്ട്, ഐറിസ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ്, ദ പാർട്ട് ഓഫ് ദി കൊറോയിഡ് സീൻ ബിഹൈൻഡ് ദി കോർണിയ. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ, ദ സൈസ് ഓഫ് ദി പ്യൂപ്പിൾ റെഗുലേറ്റഡ് ബൈ ദി ആക്ഷൻ ഓഫ് സർക്കുലർ മസിൽസ് ആൻഡ് റേഡിയൽ മസിൽസ് ഇൻ ദി ഐറിസ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐറിസിലെ സർക്കുലർ മസിൽസിൻ്റെയും റേഡിയൽ മസിൽസിൻ്റെയും ആക്ഷൻ മുഖേന പ്യൂപ്പിളിൻ്റെ സൈസ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി സി എന്ന് പറയുന്നത് റെറ്റിനയാണ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ടില്ല, ഫങ്ഷൻ തന്നിട്ടുണ്ട്. ഇമേജസ് ഈസ് ഫോംഡ് ഹിയർ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ ഇന്നർ ലെയർ വിച്ച് ഹാസ് ഫോട്ടോറിസെപ്റ്റേഴ്സ്. ഫോട്ടോറിസെപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഇന്നർ ലെയറാണ് റെറ്റിന. ദെൻ നെക്സ്റ്റ് ഒപ്റ്റിക് നെർവാന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ്, ദ നെർവ് ഫോം ദി ഐ. ഇനി അതിൻ്റെ ഫംഗ്ഷനാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ദി വിഷ്വൽ സെൻറ്റർ ഇൻ ദി ബ്രെയിൻ. ഇപ്പോൾ ബ്രെയിനിൻ്റെ വിഷ്വൽ സെൻറ്റേഴ്സിലേക്ക് ഫോട്ടോ റിസെപ്റ്റേഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ജോലിയാണ് ഒപ്റ്റിക് നെർവ്സിന്. നെക്സ്റ്റ്, സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. പ്രിപ്പയർ എ ടേബിൾ ആൻഡ് ഗീവ് സ്യൂട്ടബിൾ ഹെഡിങ്സ് ടു ദി കോളംസ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൊടുത്തേപ്പോണ്ട് ഇത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവയെ കറക്റ്റായിട്ട് ഒരു കോളത്തിനകത്താക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. helps to see objects in dim light, contain a pigment called photopsin, rod-shaped cell, provide us with color vision, contain a pigment called rhodopsin, conical shaped cells. ഇത് കോൺ സെൽസിനെ കുറിച്ചും റോഡ് സെൽസിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ട് ടേബിൾ വരച്ചിട്ട് ആ രണ്ട് കോളം തിരിച്ച് റോഡ് സെൽസ് എന്നും കോൺ സെൽസ് എന്നും ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇവയുടെ ഓരോത്തിൻ്റെയും ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് റോഡ് സെൽസ് ആണ്. റോഡ് സെൽസിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഹെൽപ്സ് ടു സീ ഒബ്ജക്റ്റ് ഇൻ ഡിം ലൈറ്റ്, റോഡ് സെൽസിൻ്റെയാണ്. റോഡ് ഷേപ്പ്ഡ് സെല്ല്, അത് റോഡ് സെൽസിൻ്റെയാണ്. ഇനി അഞ്ചാമത്തെ കണ്ടെയ്ൻ എ പിഗ്മെൻറ്റ് കാൾഡ് റോഡോപ്സിൻ, അതും റോഡ് സെൽസിനെ കുറിച്ച് പറയുന്നതാണ്. ഇനി കോൺ സെൽസിൻ്റെ കണ്ടെയ്ൻ എ പിഗ്മെൻറ്റ് കാൾഡ് ഫോട്ടോപ്സിൻ, അത് കോൺ സെൽസിനെ കുറിച്ചുള്ളതാണ്. പ്രൊവൈഡ് ആസ് വിത്ത് കളർ വിഷൻ, അതും കോൺ സെൽസ് ആണ്. ഇനി കോണിക്കൽ ഷേപ്പ്ഡ് സെല്ലും കോൺ സെൽസ് തന്നെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകതകൾ. ദെൻ സിംറ്റംസ് ഓഫ് സർട്ടൻ ഡിസീസ് ആർ ഗിവൺ. ഈ കുറച്ച് സിംറ്റംസ് കൊടുത്തേപ്പോൾ ഡിസീസിൻ്റെ അത് നോക്കിയിട്ട് ഫസ്റ്റും സെക്കൻഡും ത്രീയും ക്വസ്റ്റ്യൻസ് കൊടുത്തേക്കുന്നതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാനാണ്. എ, ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ്. ബി, കനോട്ട് ഡിസ്റ്റിങ്ക്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ്. സി, ദ കൺജക്റ്റീവ് ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഡിസീസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ എ. ഏതാണ്? ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ ഒബ്ജക്ട്സിനെ കാണാൻ പറ്റാത്ത അവസ്ഥ ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അപ്പോൾ എ ആൻസർ നൈറ്റ് ബ്ലൈൻഡ്നെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിസീസ് ബി. ഏതാണ് ഡിസീസ് ബി? കനോട്ട് ഡിസ്റ്റിങ്ക്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ്. കളേഴ്സിനെ തിരിച്ചറിയാൻ പറ്റാത്തത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് കോൺസെൽസ്, കോൺസെൽസിൻ്റെ ഡിഫക്റ്റ് മുഖേനയാണിത് സംഭവിക്കുന്നത്. ബിയുടെ ആൻസർ ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് കോൺസെൽസ്. അടുത്ത മൂന്നാമത്തേത്, വാട്ട് പ്രിക്കോഷൻസ് ഡു യു ടേക്ക് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് സി. ഡിസീസ് സി ഏതാണ്? ദ കൺജക്റ്റീവ് ആൻഡ് കോർണിയ ബിക്കംസ് ഡ്രൈ ആൻഡ് ഒപ്പേക്ക് ആയിട്ടിരിക്കുന്നത് സീറോഫ്താൽമിയ. അത് എന്തിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. അപ്പോൾ എന്തായിരിക്കും പ്രിവെൻഷൻ ചെയ്യേണ്ടത്? ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് വൈറ്റമിൻ എ കണ്ടെയ്നിങ് ഫുഡ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമായതുകൊണ്ട് വൈറ്റമിൻ എ അടങ്ങിയ ആഹാരം കഴിക്കുക. ഇതാണ് ഈ മൂന്നിൻ്റെ ആൻസർ. നെക്സ്റ്റ്, പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് യൂസിങ് ദ ഗിവൺ വേർഡ്സ്. സെൻസ് ഓഫ് ലൈറ്റ്, കോർണിയ, ബ്രെയിൻ, അക്വസ് ഫ്ലൂയിഡ്, ലൈറ്റ്, വിട്രിയസ് ഫ്ലൂയിഡ്, ഫോട്ടോ റിസെപ്റ്റേഴ്സ്, ലെൻസ്, ഇമ്പൾസസ്, ഒപ്റ്റിക് നെർവ്, റെറ്റിന. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ണിലേക്ക് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓർഡർലെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഓർഡറിലാക്കി ഫ്ലോ ചാർട്ട് തയ്യാറാക്കാം. അപ്പോൾ ഫസ്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലൈറ്റ് റേസ് വന്ന് സെക്കൻഡ് കോർണിയയിലേക്ക് വരുന്നു.
കോർണിയയിൽ നിന്നും അക്വസ് ഫ്ലൂയിഡ് വഴി ലെൻസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ദെൻ ലെൻസിലൂടെ വിട്രിയസ് ഫ്ലൂയിഡിലേക്ക് വരുന്നു. വിട്രിയസ് ഫ്ലൂയിഡിൽ നിന്നും അത് റെറ്റിനയിൽ പതിക്കുന്നു. റെറ്റിനയിലെ ഫോട്ടോറിസെപ്റ്റേഴ്സിൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇമ്പൾസസ് ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് റീച്ച് ചെയ്യുന്നു. ബ്രെയിനിലെത്തുമ്പോൾ സെൻസ് ഓഫ് സൈറ്റ്, നാം ഒരു വസ്തുവിനെ കാണുന്നു. നെക്സ്റ്റ്, ഡിറ്റക്ഷൻ ഓഫ് ടേസ്റ്റ് സ്റ്റേജസ്. A substance responsible for taste dissolves in saliva. They stimulates the chemoreceptors. Impulses are generated. Impulses are transmitted through the receptive nerves. These impulses reach the brain. Experience taste. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ചേഞ്ചസ് വുഡ് യു മേക്ക് ഇഫ് ദ വേർഡ് ടേസ്റ്റ് ഇൻ ദിസ് ഫ്ലോ ചാർട്ട് ഈസ് റീപ്ലേസ്ഡ് വിത്ത് സ്മെല്ല്. അപ്പോൾ ഇത് ടേസ്റ്റിൻ്റെ കാര്യങ്ങളാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഇത് റീപ്ലേസ് ചെയ്ത് സ്മെല്ലിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മളൊരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്മെല്ലിൻ്റെ ഫ്ലോ ചാർട്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ്സ് ഇൻ ദി മ്യൂക്കസ് ഇൻസൈഡ് ദി നോസ്ട്രിൽസ്. ദേ സ്റ്റിമുലേറ്റ് ദ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. Impulses are generated. Impulses are transmitted through the olfactory nerve. These impulses reach the brain. Experience smell. അപ്പോൾ ഇതാണ് സ്മെല്ലിൻ്റെ ഫ്ലോ ചാർട്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ. Then observe the figure. Find out how the following parts helps in the detection of smell. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എയും ബിയും സിയും മനസ്സിലാക്കിയിട്ട് സ്മെല്ലിന് ഇത് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നതെന്നാണ് എഴുതേണ്ടത്. ഒന്നാമത്തത് മ്യൂക്കസ് ഗ്ലാൻഡ് ആണ്. മ്യൂക്കസ് ഗ്ലാൻഡ് അതെങ്ങനെയാണ് സഹായിക്കുന്നത്? ഡിസോൾവ്സ് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ഇൻ ദി എയർ. അപ്പോൾ എയറിൽ ഡിസോൾവ് ആയിട്ടിരിക്കുന്ന ആരോമാറ്റിക് പാർട്ടിക്കിൾസിനെ ഡിസോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് മ്യൂക്കസിൻ്റെ ഫങ്ഷൻ. ഇനി നോക്കിയാട്ടെ, ബി ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആണ്. ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിൻ്റെ ഫങ്ഷൻസ്. ഇനി നോക്കിയാട്ടെ, തേർഡ് വൺ ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ടറി നെർവ് എന്ത് ചെയ്യുന്നു? ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദി ബ്രെയിൻ. ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓൾഫാക്ടറി നെർവിൻ്റെ ഫങ്ഷൻ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ ഐയുടെ സ്ട്രക്ചറും ഫംഗ്ഷൻസും ഒക്കെ അടങ്ങിയ ഒരു വിഷ്വൽ എഫക്റ്റിംഗ് ഉള്ള ക്ലാസ് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.